ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പവിയേട്ടന് പണിയാകുമോ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ? പവി കെയർ ടേക്കർ എന്ന സിനിമ ഇന്ന് 19ാം ദിവസത്തിലാണ് ഓടുന്നത്. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ റിലീസ് ചെയ്യുന്നു. നമുക്കറിയാം, ഓരോ പുതിയ സിനിമ വരുമ്പോഴും പിന്നീട് അതിന് പിന്നാലെ അല്ലെങ്കിൽ അതിന് മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ സിനിമയ്ക്കും അതൊരു ഭീഷണി തന്നെയാണ്. ഇവിടെ നമ്മൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഇരുന്ന പവി കെയർ ടേക്കർ ആദ്യ ദിനങ്ങളിലെ പ്രതികരണത്തിന് ശേഷം വളരെ മോശമെന്ന് വരികയും പിന്നീട് കാണുന്നു ജനങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കയറുന്ന ഒരവസ്ഥയും വരികയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ആദ്യമൊക്കെ നെഗറ്റീവാണ് വന്നിരുന്നെങ്കിൽ പിന്നീട് ഫാമിലിയും കുട്ടികളും ഏറ്റെടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സിനിമയ്ക്ക് മികവ് പുലർത്താൻ കഴിയുന്നു. വേറെ ഒന്നുമല്ല, ആവേശം എന്ന സിനിമ തിയേറ്റർ വിട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകളും ഈ ഒരു സിനിമയിലേക്ക് ചേക്കേറുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും തന്നെയാണ് സിനിമയുടെ ഏറ്റവും കൂടുതൽ ആരാധകരായി നിൽക്കുന്നത് എന്നുള്ള നമുക്കൊരു കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 1.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. ഈ ഒരാഴ്ചയും സിനിമ ഏകദേശം 1 കോടിയോളം കളക്ട് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് വിശ്വസിച്ചു പോരുന്നത്. കാരണം തിങ്കളാഴ്ചത്തെ പ്രകടനം നോക്കുമ്പോൾ ഏകദേശം 18 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഏകദേശം ആവറേജ് എമൗണ്ട് തന്നെ വരാനുള്ള ചാൻസുകൾ കാണുന്നു. ഇന്ന് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലത്തേക്കാളും 30% മുകളിലാണ് ഇന്നത്തെ കളക്ഷൻ എന്നുള്ളതാണ്. എന്തായാലും 245ഓളം അല്ലെങ്കിൽ 300ഓളം ഷോകളൊക്കെയാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെടാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ റിലീസ് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻസിലൂടെ പറയാം. എന്തായാലും ഗുരുവായൂർ അമ്പല നടയിൽ വരുമ്പോൾ തീർച്ചയായും തിയേറ്ററിലേക്ക് ജനങ്ങൾ ആദ്യം പ്രിഫറൻസ് ആ സിനിമയ്ക്ക് തന്നെ കൊടുക്കും. ഒരുപാട് തിയേറ്ററുകൾ പോകും. പക്ഷേ തിയേറ്ററുകളുടെ എണ്ണം ഈ സിനിമയ്ക്ക് അധികം കണ്ടു കുറയില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ബാക്കി ഓടുന്ന സിനിമകളുടെ തിയേറ്റർ കൂടെ ഇതിനകത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകൾ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. എന്നിരുന്നാലും ചെറുതായി ബാധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് അതിൻ്റെ റിലീസ് ഡേ കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ നമുക്ക് അറിയാൻ കഴിയും. ഒരു പക്ഷേ അത് കവർ ചെയ്ത് വരികയാണെങ്കിൽ ഈ ഒരു സിനിമ പിന്നെയും നല്ല ലെവലിലുള്ള കളക്ഷൻ പോകും. ഇതിനോടകം തന്നെ 8.5 കോടിയോളമാണ് കേരള കളക്ഷനായി സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 8.5 കോടി ബഡ്ജറ്റുള്ള സിനിമ അത്രയും തന്നെ തിയേറ്ററുകളിൽ നിന്ന് നേടിയിട്ടുള്ളൂ. ഏകദേശം 16 കോടിയെങ്കിലും കിട്ടിയാലേ സിനിമയ്ക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ വിജയിച്ചു എന്ന് തന്നെ പറയാൻ കഴിയൂ. 16 പോരാ, 20 കോടിയെങ്കിലും ലഭിക്കണം. ബിസിനസ് വൈസ് സിനിമ വിജയമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ലോങ് റൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. 19 ദിവസം പ്രതീക്ഷിക്കാത്ത ഈ ഒരു സിനിമ ഒരു പക്ഷേ 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം വരെ പോകാനുള്ള ചാൻസുകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ ഈ സിനിമയെ കാര്യമായി ബാധിക്കുമോ ഇല്ലയോ ഒന്ന് കമൻസിലൂടെ പറയാം. ഗ്രേറ്റ് മീഡിയാസ്.